Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna,
ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ അന്ന് ആ ചിട്ടോട് കൂടിയിട്ടാണ് ഞങ്ങളെ വളർത്തിയത്.
എന്നുവെച്ചാൽ ഒന്നുമില്ലാച്ചാലും വൈകുന്നേരത്ത് നമശിവായം ചെല്ലണം. ഏതെച്ചാൽ പിന്നെ എന്തെങ്കിലും ഈശ്വരീയ കുറച്ചെങ്കിലും ചിന്താഗതി വേണം. ഇപ്പോൾ ഒരു കുട്ടിയോടും പറയില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു മൊബൈൽ കിട്ടിയിരുന്നു, കുട്ടികൾ അതിലും തോണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടത് കുട്ടികൾ ചെയ്യും, അമ്മമാർ വേണ്ടത് അമ്മമാർ ചെയ്യും, അച്ഛന്മാർ വേണ്ടത് അച്ഛന്മാർ ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ പോക്ക്. അപ്പോൾ ഈ ഇങ്ങനെ നമ്മുടെ പോയ നമ്മുടെ ഹിന്ദു സമുദായം അധപ്പതിക്കും. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഉൾനാട്ടിലൊക്കെ വന്നിട്ട് സപ്താഹങ്ങളും ഇതൊക്കെ ഉണ്ടായാലാണ് ഇവിടെയുള്ള അത്ര ഈശ്വര വിചാരമൊന്നും ഈ ടൗൺ ഏരിയയിലൊന്നും ഇല്ല കേട്ടോ. അതൊന്നും വിചാരിക്കും വേണ്ട. എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് പിന്നെയും ഈശ്വര വേണമെന്നുണ്ട്. മറ്റവർക്ക് വെറും ഈ സ്കൂളിലേക്ക് പറഞ്ഞെങ്കിലും വീട്ടിൽ വരും, അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് നമ്മൾക്ക് ഒരു പുകഴ്ത്തണം. ഈ സ്ഥലത്തിനെ പുകഴ്ത്തി ഈ സ്ഥലം ഒരു ഇത്രയും നല്ലൊരു സ്ഥലമാണോ ഇളങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും വരുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്തിട്ട് അമ്മമാരും മക്കളും അച്ഛന്മാരും സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾക്ക് കഥയിലേക്ക് കിടക്കാം. ഞാൻ ഭഗവതേ വാസുദേവായ അങ്ങനെ എല്ലാവരും ജപിക്കണം കേട്ടോ. ഈ നമ്മൾ ആവുന്നത് നാമം എത്രത്തോളം ജപിക്കുമെന്ന് വെച്ചാൽ അത്രത്തോളം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കും. അപ്പോഴേ നമ്മൾക്ക് ഈ ഭഗവാനെ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ വേണ്ടാത്ത ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ വെക്കണ നേരം നമ്മൾ ഭഗവാനിലേക്ക് മനസ്സ് കൊടുക്കാം. അപ്പൊ ഭഗവാനിലേക്ക് മനസ്സ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടാത്തത് പോയിട്ട് നമ്മൾ ഈ ഇപ്പൊ പൈപ്പിലെ ഈ വെള്ളം വരുമ്പോ ആദ്യം എന്താ വരിക? മണ്ണ് വെള്ളം വരും അല്ലേ? പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ പൂട്ടിയിട്ട പൈപ്പിൽ നിന്ന് നമുക്ക് നല്ല വെള്ളം വരില്ല. നമ്മൾ തുറന്ന ഉടനെ പൈപ്പിൽ മണ്ണും ചെളിയായിട്ടുള്ള വെള്ളം വരും. അതേമാതിരിയാണ് നമ്മുടെ മനസ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മുടെ മനസ്സ് നേരെയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈപ്പിനെ തുറന്നിട്ട് ആ വെള്ളം കളയും പോലെ കുറേ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഈ ചീത്ത ചിന്തകളൊക്കെ ഇങ്ങോട്ട് മാറി. വേദമവേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മതയാതരോ വിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. കുമാരത്തെ നാരദേന സമന്തം ഗംഗാധരം സമാജക്മ കഥാപാനായ സത്രാഹ യഥായത്താസനം തേ തൂത തഥാ കാലാഹലോപ്യപുൽ ഭൂർലോകേ ദേവലോകേപി ബ്രഹ്മലോകേ തദൈവ ശ്രീമദ്ഭാഗവത പീയൂഷപാനായ രസംബണം ധാവന്തോപ്യായ സർവേ പ്രഥമം യേ ച വൈഷ്ണവം ഭൃഗുർവസിഷ്ഠ വനശ്ച ഗൗതമോ മേധാതിർദേവല ദേവരാദോ വേദാചാമന്ത്രസ്തൂർത്തയ ദശ സപ്തപുരാണാനി ഷട്ശാസ്ത്രാണി തഥായു ഗംഗാദ്യം പുഷ്കരാദിസരാംസിജാം ക്ഷേത്രാണി ച ദിശ സർവദണ്ഡകാദിവനാനി നഗാദിയോസ്തത്ര ദേവഗന്ധർവാൻ ദാനവം വൃത്താ തത്ര നായാദൻ ഭൃഗുസംബോധിജാനയത് ദീക്ഷിതാ നാരദനാഥ ദത്തമാസനമത്തം കുമാര വന്ദിത സർവ നിഷേതു കൃഷ്ണതൽപരാഹം വൈഷ്ണവച്ച വിരക്താച ജ്ഞാസിനോ ബ്രഹ്മവാരിണ മുഖഭാഗോസ്ഥിതാസ്തി തദ്രകേ നാരദാസ്ഥിതം ഏകമാകേ ഋഷിഗണത്ത അന്യത്രം ദിവസവേദോപനിഷദോ അന്യത്ര ത്രിയോനിതം ജയശബ്ദോ നമശബ്ദ ശംഖശബ്ദ തദൈവ ജാം ചൂർണലാജാകുസം പ്രസൂനാം നിക്ഷേപാസു മഹാനുഭവ വിമാനാനി സമാരുഗ്യന്തോ ദേവനായകാ കൽപ്രവക്ഷ പ്രസൂനൈതം സർവസ്ഥാൻ സമാഗിരൻ സൂതൗപര ഏവം ചിത്തേഷു ശ്രീമദ്ഭാഗവതസ്യ മാഹാത്മ്യം ഉജീരേ സ്പഷ്ടം നാരദായ മഹാത്മന കുമാര ഉപോജം ആദനേദ്വർണദേമേ अस्माभिर्महिमा शुकशास्त्रया यस्य श्रवणमात्रेण मुक्ति करतले स्थितं सदा सेव्या श्रीमद्भागवती कदा यस्यां श्रवणमात्रेण हरिचित्तं समाश्रयेत् ग्रन्थोष अष्टादशसहस्रो द्वादशस्कन्धसंहितां परीक्षितसंवाद शृणु भागवतं च तावत् संसारचक्रेऽस्मिन् ब्रह्मदे ज्ञानदप्पुवान् यावत् कर्णगदा स्वस्ति शुकशास्त्रगदा रक्षणं यं श्रुतेतद्बहुविश्वते पुराणे च प्रभावै एकं भागवतं छात्रं मुक्तिदानेन गर्जति
कदा भागवतस्यापि नित्यं भवति यत्रे तल्कृतं तीर्थरूपं हि सतो सदां भावनाचनम् अष्टमेधसहस्राणि वाजपेयशतानि च शुकशास्त्रकथायाञ्च कालां नार्हन्ति षोडशीं तावत् पापानि देहेऽस्मिन् निवसन्ति तपोधना यावन्न श्रूयते सम्यक् श्रीमद्भागवतं नरे न गङ्गा न गाया काशी पुष्करन्न प्रयागं शुकशास्त्रकथायाञ्च फलेन समदन्नयन् श्लोकार्थं श्लोकपातं वा नित्यं भागवतोद्भवं पठस्य सुमुखेनैव यदीच्छसि पराङ्गति वेदमाता च पौरुषं सूक्तमेव च त्रिभागवतं चैव द्वादशाक्षर एव च द्वादशात्मा प्रयागश्च कालसंवत्सरात्मकः ब्राह्मणाचाग्निहोत्रं च सूर्यभिर्द्वादशी तदं तुलसी च वसन्तश्च पुरुषोत्तम एव च एतेषां तत्र प्रज्ञैर्न पृथक् भावयिष्यते यश्च भागवतं शास्त्रं वादियोरार्थदानिशं जन्मकोटिकृतं भावं नश्यते नाथ संशयः श्लोकार्थं श्लोकपादं वा पठेत् भागवतं चयेत् चय नित्यं पुण्यमाप्नोति राजसूयाशमेधयो उक्तं भाग കഥയിൽ നമുക്ക് കഥ പറയാം. മാഹാത്മ്യം, ഭാഗവതം കേട്ടാലുള്ള മാഹാത്മ്യം. ഭാഗവതത്തിൽ ഭക്തിദേവിക്ക് 2 മക്കളുണ്ടായിരുന്നു, ജ്ഞാനവും വൈരാഗ്യവും. അപ്പൊ ഈ ഭക്തി ചെറുപ്പക്കാരിയാണ്. ജ്ഞാനവും വൈരാഗ്യവും പിന്നെ വയസ്സായവരാണ്. എന്താ ജ്ഞാനം വൈരാഗ്യം? മക്കള് വയസ്സായതും അമ്മ ചെറുപ്പക്കാരി. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് അമ്മ ഈ മക്കള് കടന്നോടത്തുനിന്ന് എണീക്കുകയില്ല, എത്ര വിളിച്ചാലും എണീറ്റ് വരില്ല. അപ്പോൾ മക്കളോട് പറയാണ് എനിക്ക് മക്കളെ പറഞ്ഞിട്ട് അമ്മ കരയാണ്. അപ്പോൾ മക്കൾ എണീക്കുന്നില്ല. അപ്പോൾ നാരദ മഹർഷി വരികയാണ്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, എന്തിനാ സുന്ദരി നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണത്? അപ്പോൾ എൻ്റെ മക്കളായ 2 ആൾ എണീക്കണമില്ല, അവര് ഞാൻ കണ്ണിനെ വിളിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഞാൻ ഭാഗവതം പറഞ്ഞു നോക്കട്ടെ അവരോട്. കുറേ നേരം നാമം ജപിച്ചു നോക്കി, അപ്പോഴൊന്നും കണ്ണു വെച്ചില്ല. അവസാനം ഭാഗവതം പറഞ്ഞു, അപ്പോഴും കണ്ണു വെച്ചില്ല. പിന്നെ അവരിങ്ങനെ മെല്ലെ ഇവരെ വലിച്ചു കൊണ്ടിട്ട് കർണാടക ദേശത്ത് കൂടെ അങ്ങനെ പോയി. കർണാടക ദേശം കഴിഞ്ഞ് അപ്പോഴൊക്കെ ഈ നാരദർ ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നാമങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പോഴൊന്നും കേൾക്കുന്നില്ല. അവസാനം വൃന്ദാവനത്തിൽ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഭാഗവത സപ്താഹം ഈ ജ്ഞാനവൈരാഗ്യക്കാരെ കേൾപ്പിച്ചു. അപ്പോൾ ഇവര് കണ്ണും വിളിച്ച് എണീട്ട് ഡാൻസ് ചെയ്യലാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി മുരാരി ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ നാഥ നാരായണ വാസുദേവ. എല്ലാവരും ചൊല്ലും, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ നാഥ നാരായണ വാസുദേവ. 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 ഭക്തിദേവി ഇങ്ങനെ ഉറക്കെ പാടിയപ്പോൾ ഈ ജ്ഞാനവൈരാഗ്യം എന്ന് പറയണ 2 മക്കളും ഉറക്കെ എണീറ്റ് തുള്ളിച്ചാടിയിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ അവിടെയാണ് മുക്തി സാധനമായ ഭഗവാന്റെ നാട്ടിലെത്തിയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭക്തി ഉണർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ പോയിട്ട് ഭക്തിയിലേക്ക് അവർ ലയിച്ച് അവരും പാട്ടുപാടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതേമാതിരി അപ്പോൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഒന്ന് പറയും. ഇനി ഒരു ആത്മദേവൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഡുണ്ടുളി. അപ്പോൾ ആ ഡുണ്ടുളിക്ക് ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ പേരാണ് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. കുറേ കാലമായിട്ട് കുട്ടികളും മക്കളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇനി എന്തൊക്കെ ചെയ്യാം, നമ്മുടെ സ്വത്തും മുതലാണ് ഇഷ്ടം പോലെ ഉണ്ട്, ഇതൊന്നും സംരക്ഷിക്കാൻ ഒന്നിനും ആളില്ലല്ലോ, ഒരു മക്കളെ നമുക്ക് ഉണ്ടാവണില്ലല്ലോ പറഞ്ഞു. അദ്ദേഹം ഒരു തപസ് അങ്ങനെ കാട്ടിൽ പോയി തപസ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു മുനിയെ കണ്ടു. അദ്ദേഹം ഇതിനോട് പറഞ്ഞു, എനിക്ക് മക്കളുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടാവാനുള്ള യോഗമില്ല, ഇനി അപ്പോൾ മക്കളുണ്ടായാലും ആ മക്കളെ കൊണ്ട് അനുഭവിക്കാനുള്ള യോഗം നിങ്ങളുടെ പിന്നെ രേഖയിൽ കാണുന്നില്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താ ഇനി എനിക്കൊരു മകൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഒരു മാമ്പഴം കൊടുത്തു. ഇത് കൊണ്ടിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും.
ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ഭാര്യയോട് നല്ല ഈശ്വരീയ ചിന്താഗതിയിൽ ഇരുന്നിട്ട് മാമ്പഴം ഈ കഴിച്ചിട്ട് നല്ല ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നല്ല വ്രതത്തോട് കൂടിയിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഡുണ്ടുളി എന്നാണ്. അപ്പോൾ ഇവൾക്ക് ഈ കൊണ്ടുവന്നിട്ട് കൊടുത്തു, ഈ പഴം കൊടുത്തു. നീ ഈ പഴം കഴിക്കുക, എന്നിട്ട് നമുക്ക് നല്ലൊരു പുത്രൻ, ഒരു സൽപുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ ഈ പഴം കഴിച്ച് ഇങ്ങനെ വ്രതചര്യത്തോടൊക്കെ നിൽക്കണം. പിന്നെ ഭക്ഷണമൊന്നും വയറ് നിറച്ചൊന്നും കഴിക്കരുത്. രാവിലെ കുളിക്കണം, ഭഗവാനെ കുറേ നേരം പ്രാർത്ഥിക്കണം. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കാവൂ. പിന്നെ വൈകുന്നേരം ഈ പകലൊന്നും ഉറങ്ങാൻ പാടില്ല. ഏത് നേരം ഈശ്വരീയ ചിന്താഗതിയിൽ നിൽക്കണം. വൈകുന്നേരത്ത് സന്ധ്യാനാമങ്ങളൊക്കെ ചൊല്ലി വൈകുന്നേരത്ത് അങ്ങനെ വ്രതത്തിൽ കൂടി നടന്നാൽ നിനക്ക് നല്ലൊരു സൽപുത്രൻ ഉണ്ടാവുന്നു. അപ്പോൾ അവള് പറഞ്ഞു, ഇദ്ദേഹത്തിനോട് അതൊക്കെ സംബന്ധിച്ച് അവിടെ നിന്നു. ഇവള് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് അതിനൊന്നും വയ്യ, എനിക്ക് ഗർഭം ഉണ്ടായാലേ പിന്നെ ഭക്ഷണമൊന്നും വേണ്ടി വരില്ല, പിന്നെ ആർക്കാ ഇതിനൊക്കെ പറ്റുക, എൻ്റെ സൗന്ദര്യമൊക്കെ നശിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് മക്കളും കുട്ടികളും, എനിക്ക് മകനൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ മാമ്പഴപ്പം എന്താ ഇപ്പം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവൾക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അയാൾക്കൊരു കുട്ടിയെ വേണമെന്ന്, അയാളൊരു മാമ്പഴം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് പ്രസവിക്കാനൊന്നും വയ്യ, എൻ്റെ സൗന്ദര്യമൊന്നും നശിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് കുട്ടിയൊന്നും വേണ്ട എന്ന് അങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്താ ഇനിയിപ്പോൾ അതിനൊരു പോംവഴി നോക്കിയാണ്. അപ്പോൾ അഞ്ചത്തി പറഞ്ഞു, നീ പോംവഴിക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാനിപ്പോൾ ഗർഭമുണ്ടായിരിക്കണേ, ഞാൻ ഈ കുട്ടി അണക്കങ്ങോട്ട് തരാം. നെയ്യ് ഗർഭം ഉണ്ടാവണ മാതിരി അഭിനയിക്കുക, വയറ്റിലെ കുറേ തുണികളും ഇതൊക്കെ വെച്ചിട്ട് ഗർഭം ഉണ്ടാവണ മാതിരി അഭിനയിച്ചോ. എന്നിട്ട് പ്രസവിച്ച ഞാൻ ഈ കുട്ടിയെ നിനക്കാണ് തരാം. എന്നിട്ട് അതേവരെ ഭർത്താവിൻ്റെ മുമ്പിൽ അഭിനയിച്ച് ഇങ്ങനെ നടക്കുക പറഞ്ഞു. അപ്പോൾ ഈ മാങ്ങ എന്താ ചെയ്യേണ്ടത്? മാങ്ങ പയ്യന് കൊടുത്തല, അവിടെ ഒരു പയ്യില്ലേ, അതിന് കൊടുക്കുക മാങ്ങ പറഞ്ഞു. അങ്ങനെ ഈ മാങ്ങ പയ്യന് കൊടുത്തു. പയ്യന് കൊടുത്തു എന്നല്ല, ഇവളെ ഈ ഡുണ്ടുള്ളിയുടെ അനിയത്തി പ്രസവിച്ച ഉടനെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഇതാ നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കാണിച്ചു കൊടുത്തു. ഇദ്ദേഹം സത്യം വിചാരിച്ചു നമ്മുടെ കുട്ടി തന്നെയാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മോലയിൽ പാലൊന്നുമില്ലേ. അപ്പോൾ അഞ്ചത്തി പ്രസവിച്ച കുട്ടി മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് അഞ്ചത്തിയോട് പറയാം, നമുക്ക് ഞാൻ ഇവിടെ വന്ന് താമസിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ കൊടുക്കണം. അപ്പോൾ അവൾ ഇവിടെ വന്ന് താമസിച്ച് കുട്ടിക്ക് മോലപ്പാലൊക്കെ കൊടുക്കും. ഞാൻ എന്താ ഇപ്പം ചെയ്യുക, പാലില്ലല്ലോ. ഓ ശരി പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഈ കുട്ടി ഇവിടെ വളരുമ്പോൾ ഈ മാമ്പഴം കൊടുത്ത് പശു പ്രസവിച്ചു നല്ലൊരാൺകുട്ടി, നല്ല ചെവി മാത്രം ഈ പശുവിൻ്റെ മാതിരി, മറ്റേ കുട്ടി സാധാരണ നമ്മളുടെ മനുഷ്യക്കുട്ടിയായിട്ടും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ഇദ്ദേഹത്തിന് കുട്ടികളും മക്കളും ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു, ഇപ്പം അദ്ദേഹത്തിന് കണ്ടോ ഭാര്യ പ്രസവിച്ചു, വയ്യ പറ്റു, ഒക്കെ ആൺകുട്ടികളും. അയാളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇദ്ദേഹത്തിനെ പുകഴ്ത്താൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വേഗം ഈ കുട്ടിക്ക് ഡുണ്ടുകാരി എന്ന് പേരിട്ടു. ഭാര്യ പ്രസവിച്ചില്ല, ആ കുട്ടിക്ക് ഡുണ്ടുകാരി എന്ന് പേരിട്ടു. മറ്റേ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേരിട്ടു. എന്താ വെച്ചാൽ പശുവിൻ്റെ ചെവി ഉള്ളത് കൊണ്ട് അവന് ഗോകർണൻ, എന്താ ചെവി പശുവിൻ്റെ ഇതുകൊണ്ട്, അപ്പോൾ ഗോകർണൻ പേരിട്ടു. അങ്ങനെ ഈ രണ്ട് കുട്ടികളും വളർന്നു കുറച്ചൊക്കെ വലുതായപ്പോൾ ഈ ഗോകർണൻ എന്ന് പറഞ്ഞ കുട്ടി നല്ല സ്വാത്വികനായിട്ട്, നല്ല ഈശ്വര വിചാരവും ദൈവഭക്തിയും ഇതൊക്കെ ഉള്ളതായി അച്ഛനോടും അമ്മയോടൊക്കെ നല്ല സ്നേഹത്തോടു കൂടി വളർന്നു. മാറ്റവും തനി തെണ്ടിയായിട്ടും വളർന്നു. എന്താ വെച്ചാൽ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടും, പിന്നെ എല്ലാവരും ഉപദ്രവിക്കുക, കുട്ടികളെയൊക്കെ കാണിച്ചാലും ഉപദ്രവിക്കുക, അങ്ങനെ ഭയങ്കര ചീത്ത സ്വഭാവമായിട്ടും വളർന്നു. അങ്ങനെ വളർന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവൻ വളർന്നപ്പോൾ അച്ഛൻ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ നിവൃത്തിയില്ലാതെയപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ ഗോകർണൻ പറഞ്ഞു, അച്ഛൻ തപസ് ചെയ്യാൻ പോയിക്കോളൂ, അച്ഛനെ ഇവൻ്റെ ഇതൊന്നും കേട്ടിട്ടൊന്നും നിൽക്കണ്ട പറഞ്ഞു. അങ്ങനെ അച്ഛൻ തപസ് ചെയ്യാൻ പോയി. അമ്മ എന്ത് ചെയ്തു, ഗോകർണൻ പറഞ്ഞതൊന്നും ഈ ഡുണ്ടുകാരി കേട്ടില്ല. ഡുണ്ടുകാരി എന്ത് ചെയ്തു, ഇങ്ങനെ വളർന്നപ്പോൾ പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുക, പിന്നെ അടുത്തുള്ളവരെയൊക്കെ ഉപദ്രവിക്കുക. അങ്ങനെ ചെയ്യപ്പോൾ എല്ലാവരുടെയും ഇത് കഴിഞ്ഞപ്പോൾ ഗോകർണനും തപസ് ചെയ്യാൻ പോയി.
താമസിക്കാൻ പോയി. ഇവൻ എന്ത് ചെയ്തു, പിന്നെ അപ്പോൾ ഇവൻ്റെ കയ്യിൽ പൈസയും ഇതൊക്കെ നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഇവൻ രണ്ട് കല്യാണം കഴിച്ച് പിന്നെ 2 പെണ്ണുങ്ങളുമായിട്ട് അവിടെ ഇങ്ങനെ ഇവൻ്റെ ഈ പൈസയൊക്കെ ദൂർത്തടിച്ചിട്ട് കളഞ്ഞു. അവസാനം അമ്മയുടെ കയ്യിലുള്ള പണ്ടങ്ങളൊക്കെ മേടിച്ചിട്ട് അമ്മയെ കൊണ്ടുപോയിട്ട് അടിച്ച് പിടിച്ചിട്ട് അമ്മയെ കൊണ്ടുപോയിട്ട് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. പിന്നെ അമ്മ അങ്ങനെയും കളഞ്ഞു. പിന്നെ ഇവൻ്റെ ഈ 2 ഭാര്യമാർക്ക് പൈസ ഒന്നും കിട്ടൽ മാറിയപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ എവിടെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നോളൂ, ഇല്ലാതെ നിങ്ങൾ എന്ത് കണക്കാക്കിയിട്ടാണ് ഞങ്ങളെ എങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളോട് പറഞ്ഞു കക്കാൻ പോയി പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഖജാന പോയിട്ട് കുത്തി തുറന്നിട്ട് ഖജാനയിലുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് ഈ പെണ്ണുങ്ങൾക്ക് കൊടുത്തപ്പോൾ പെണ്ണുങ്ങൾക്ക് തോന്നി ഈ നാളെ രാജാവ് വന്നിട്ട് എല്ലാം നോക്കുമ്പോൾ ഈ ഖജാനയിലെ പൈസയൊക്കെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്കും പോണ്ടിരും ജയിലിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവനെടുക്കില്ല പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ഇവനെ 2 ആളും കൂടി കഴുത്തിൽ മുണ്ടിട്ടിട്ട് 2 ഭാഗത്തേക്ക് പിടിച്ച് വലിച്ചിട്ട് ഇവനെ കൊന്നു എന്നല്ല, ഇവൻ്റെ മുഖത്ത് കുറേ പിന്നെ ഈ കണലും കോരി വിട്ടു. ഏകദേശം തീയെ പൊളിച്ച് ഇവനെ വികൃത രൂപിയാക്കിയിട്ട് ഇവനെ കൊന്നു. അപ്പോൾ അവസാനം ഇവർ ഈ പൈസ കൊണ്ടൊക്കെ ഇവർ പോവുകയും ചെയ്തു. ഇങ്ങനെ കഴിഞ്ഞാൽ ഇവൻ ഗതികിട്ട പ്രേതായി മാറി. ഏതെച്ചാൽ ഈ ഡുണ്ടുകാരി എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലേ അപമൃത്യമല്ലേ അത്. അപ്പോൾ ഗതികിട്ട പ്രേതമായിട്ട് മാറി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഗോകർണൻ നാട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. പിന്നെ ഇതെല്ലാം നശിച്ചു പോയി. അവസാനം ഇദ്ദേഹം വൈകുന്നേരത്ത് ഇങ്ങനെ കുളിക്കാൻ പോയി സമയത്ത് ഈ ഭഗവാനെ പ്രോക്ഷം ചെയ്യാന്ന് പറയും. കുളി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യും. ഓം ഭൂർഭുവ സ്വഹ തത്സവിദൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 108 പ്രാവശ്യം അത് ജപിച്ചിട്ട് ഇങ്ങനെ പ്രോക്ഷം ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു അപശബ്ദം ഇങ്ങനെ കേട്ടു. എന്താ വെച്ചാൽ ഇതിനെയൊക്കെ തടസ്സം ചെയ്യാം, ഈ മന്ത്രജപത്തിനെയൊക്കെ തടസ്സം ചെയ്യണതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആരാപ്പോ ഇന്നെ ഇങ്ങനെ തടസ്സം ചെയ്യാൻ ആരാ പോവാന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് പ്രേതാണ്. ഇവൻ പ്രേതമായിട്ട് ഇവനെ കാണാനൊന്നും കാണില്ല. അപ്പോൾ ഇവൻ്റെ ഈ ശബ്ദം ഇങ്ങനെ ഇതായപ്പോൾ പിന്നെ അപ്പോൾ ഇവനെന്ത് ചെയ്തു, ഈ അപശബ്ദം കേട്ടപ്പോൾ ഇവനെ എന്താണ് ഇങ്ങനെ എന്താപ്പോൾ അത് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറേ പറഞ്ഞു ഈ പ്രേതൻ സംസാരിച്ചു, ഞാൻ നിൻ്റെ ഏട്ടനായ ഡുണ്ടുകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗതികിട്ട പ്രേതമായിട്ട് ഞാൻ നടക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞപ്പോൾ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിന് പോകും വഴി എന്ന് പറഞ്ഞു. അപ്പോൾ പോകും വഴി എന്ന് പറഞ്ഞപ്പോൾ ശരി നീ ഇന്ന് പോ, നാളെ വന്നാൽ ഞാൻ നിനക്ക് ഇതിൻ്റെ പോകും വഴി പറഞ്ഞുതരാം. കുട്ടികൾ കഥ കേൾക്കും, അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ വഴി കൂടി നടക്കരുത്. ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഈ പറയണതിന് യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതോടെ എല്ലാവരും ഒതുങ്ങി ഇത് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം ഈ പ്രേതം വന്നു. അപ്പോൾ ഇദ്ദേഹം രാത്രി ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ അങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ട ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സൂര്യഭഗവാൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവതം 7 ദിവസം സപ്താഹ രൂപത്തിൽ കേൾപ്പിച്ചാൽ മതി. എന്നാൽ ഇതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ പറ്റും. ഈ പ്രേതാത്മാവിനെ സാധാരണ ആത്മാവായിട്ട് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭാഗവത സപ്താഹം നടത്താൻ തീർച്ചപ്പെടുത്തി. അപ്പോൾ പിറ്റേ ദിവസം അവർക്ക് അപ്പോൾ ഈ പ്രേതത്തിന് എന്താ ചെയ്യുക, പ്രേതത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഈ നമ്മളിപ്പോൾ സപ്താഹം ഇരിക്കുകയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊക്കെ അല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ, പ്രേതത്തിന് ഇരിക്കാൻ സ്ഥലം വേണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും, എന്താ ചെയ്യേണ്ട പ്രേതത്തിനെ ഒന്നും. അപ്പോൾ ഒരു മുള മുറിച്ചു കൊടുക്കണം. ഒരു മുള മുറിച്ചു കൊടുത്തിട്ട് 7 കമ്പുള്ള ഒരു മുള മുറിച്ചു കൊടുക്കും. മുള മുറിച്ചു കൊടുത്തിട്ട് ഈ പ്രേതത്തിന് താഴെ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിലിരുത്തി, ഈ പ്രേതത്തിനെ അതിലിരുത്തി. എന്നിട്ട് സപ്താഹം വായന തുടങ്ങി എന്നല്ല. അപ്പം ഈ പ്രേതം എന്ത് ചെയ്തു, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ കൊടുക്കും, ഭക്ഷണം കഴിക്കും, അതോ ചെയ്യണം. പക്ഷേ ഈ പ്രേതം ഇതിനൊന്നുമില്ല, ഇതൊന്നും ഈ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ എന്താ ചെയ്യണം, വൈകുന്നേരം വരെ ഈ കഥ കേട്ടിട്ട് വൈകുന്നേരം അത് മനനം ചെയ്യണം. മനനം ചെയ്തിട്ട് വൈകുന്നേരം അതും കേട്ടോണ്ട് ഇത്ര വൈകുന്നേരം വരെ കേട്ടത്
പിന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് എന്നാലാണ് നമ്മളുടെ മനസ്സിൽ അത് പതിയുള്ളൂ. അപ്പം അങ്ങനെ ഈ പ്രേതം ചെയ്തു. ബാക്കിയുള്ളവരൊന്നും അത് ചെയ്തില്ല. വൈകുന്നേരം വരെ കഥ കേട്ടു, വൈകുന്നേരം പോയി സുഖമായി കഴിച്ചിട്ട് കിടന്നുറങ്ങി. അങ്ങനെ 7 ദിവസം ഈ കഥ കേട്ട പ്രേതത്തിന് എന്ത് പറ്റി? ആദ്യത്തെ ദിവസം ഈ കഥ കേട്ട ഉടനെ ഇതിൻ്റെ ഈ പിന്നെ മുളയുടെ ഉള്ളിലൊരു കമ്പുണ്ടാവും, ഒരു പാടയുണ്ടല്ലോ, ഒറ്റ പൊട്ടേ എന്നൊരു പൊട്ട്. അങ്ങനെ ഈ പ്രേതം മേലെ കയറി. അങ്ങനെ പിറ്റേ പ്രാവശ്യം പ്രേതം കേട്ടപ്പോൾ പിറ്റേ ദിവസം പിന്നെ ഈ മുളങ്കമ്പ് കൂട്ടി. അങ്ങനെ 2 എല്ലാവരും ഇരുന്ന് കേട്ടു കേട്ടോ. ഇപ്പൊ പോണ്ട എവിടേക്കും, ഇത് കേട്ടിട്ട് കഴിഞ്ഞിട്ട് പോവാം. പിന്നെ അങ്ങനെ 2 ഇത് കഴിഞ്ഞു. അങ്ങനെ 3, 4, 5, 6 ദിവസം 7 ദിവസം പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ 7ാമത്തെ ദിവസം ഈ ഓരോ മുളങ്കമ്പ് ഇങ്ങനെ പൊട്ടി 7ാമത്തെ ദിവസം ഓരോ ദിവസവും ഈ ഓരോ കമ്പിലെ ഇത് പൊട്ടിയിട്ട് 7ാമത്തെ ഇതിലേക്ക് എത്തി. 7ാമത്തെ ഏറ്റവും മുകളിലേക്ക് എത്തി പ്രേതം. അങ്ങനെ 7 ദിവസം ഈ സപ്താഹം കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ഈ പിന്നെ മുളങ്കമ്പ് പൊട്ടിയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് വരെ ഭഗവാന്റെ ശംഖചക്ര ഗദാപത്മമുള്ള രൂപമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപമാണ് വന്നത്. എന്നുവെച്ചാൽ ഈ പ്രേതം അപ്പോഴേക്ക് ഭഗവാനായി മാറി. എന്നുവെച്ചാൽ 7 ദിവസവും അദ്ദേഹം ഈ ഭാഗവതം ശ്രദ്ധയോടുകൂടി കേട്ട്, ശ്രദ്ധയോടുകൂടി അതിൻ്റെ കഥയും കേട്ട് അത് മനനം ചെയ്ത് ഇതിലെന്നെ മനസ്സ് വെച്ചുകൊണ്ട് എന്നപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രേതാത്മാവിന് മോക്ഷം കിട്ടി. അപ്പൊ അതേമാതിരി നമ്മൾ ഭാഗവത കഥകൾ കേൾക്കുകയാണെങ്കിൽ 7 ദിവസം ശ്രദ്ധയോടുകൂടി കേട്ടാൽ നമ്മൾക്ക് മോക്ഷം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ഈ പ്രേതാത്മാവിന് മോക്ഷം അങ്ങനെ ഭഗവാനിലേക്ക് ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഗോകർണനെ എന്ത് പറഞ്ഞു? ഞാനാണല്ലോ ഇപ്പോൾ ഈ കഥയും ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്, ഇക്കും ബാക്കിയുള്ളവർക്കും ഒന്നും കിട്ടിയില്ല, ഈ പ്രേതത്തിന് മാത്രം എന്താ മോക്ഷം കിട്ടാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പറഞ്ഞു, അപ്പം ഞങ്ങളൊക്കെ ഭാഗവതം ശ്രവിച്ച ആൾക്കാരല്ലേ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, പ്രേതം ഒരു നിരാഹാരം, ഒന്നും ഭക്ഷണം കഴിക്കാതെയും ഒന്നും ചെയ്യാതെയും ശ്രദ്ധയോടുകൂടി വൈകുന്നേരം വരെയും കേട്ടു, രാത്രി പിന്നെ ഇത് മനനം ചെയ്തു. നിങ്ങളൊക്കെ ഈ കഥ കേട്ട് പോയി അവിടെ കടന്നുറങ്ങിയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആവുന്നത്. എന്നിട്ട് 2ാമത് പിന്നെയും സപ്താഹം നടത്തി അവരൊക്കെ മോക്ഷം പ്രാപിച്ചു എന്നാണ് കഥ. പിന്നെ നമ്മളുടെ ഭാഗവതം ഈ 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വരിക, പിന്നെ രാവിലെ വന്നിട്ട് രാവിലെ പിന്നെ 6 മണിക്ക് ഇവിടെ വിഷ്ണു സഹസ്രനാമം ചെല്ലും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് വിഷ്ണു സഹസ്രനാമം ചെല്ലുക. വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞ ഉടനെ പിന്നെ കുറച്ച് നേരം വായിക്കും, പിന്നെ കുറച്ച് കഥ പറയും, കുറച്ച് വായിക്കും, കുറച്ച് കഥ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പറ്റൂ. വെറും വായനയിലാവുമ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടമാവില്ല. എന്നുവെച്ചാൽ വെറും സംസ്കൃത ശ്ലോകങ്ങളാണ്, അത് വായിക്കുമ്പോൾ എല്ലാവർക്കും ഉറക്കം വരും, എല്ലാവരും അങ്ങനെ ആകും. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സായിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മളുടെ ഈ ഭാഗവതം പിന്നെ നമുക്ക് കൊണ്ടു നടക്കാം. ഇനി വായിക്കാല്ലേ? വരാഹാവതാരം വരെ, അത് 3ാമത്തെ സ്കന്ധത്തില് 13ാമത്തെ അധ്യായം വരും. അതേവരെ വായിക്കും, അതേതിൻ്റെ വരെ കഥ പറയും. പിന്നെ 2ാമത്തെ ദിവസം പിന്നെ ഭദ്രകാളി അവതാരം വരെ വായിക്കും, അത് കഥ പറയും. 3ാമത്തെ ദിവസം നരസിംഹാവതാരം വരെ കഥ പറയും, വായിക്കും. 4ാമത്തെ ദിവസം ഭഗവാന്റെ അവതാരം. 5ാമത്തെ ദിവസം രുക്മിണി സ്വയംവരം. 6ാമത്തെ ദിവസം പിന്നെ ബാക്കി കഥകളൊക്കെ പറയും. രുക്മിണി സ്വയംവരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഥ. ഈ 4ാമത്തെ ദിവസം അവതാരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രുക്മിണി സ്വയംവരം വരെ ഭഗവാന്റെ ബാലലീലകളും ഭഗവാന്റെ ലീലകളൊക്കെയാണ് പറയുക, കഥകളും വായിക്കും. പിന്നെ രുക്മിണി സ്വയംവരം കഴിഞ്ഞാൽ ബാക്കി രുക്മിണിയുടെ സ്വയംവരം കഴിഞ്ഞാൽ ബാക്കിയുള്ള കഥകളൊക്കെ പിന്നെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ ദിവസം പിന്നെ ബാക്കി ഏകാദശ സ്കന്ധവും ഇതൊക്കെ പറയും. അല്ല, കുചേല വൃത്തം ഇതൊക്കെ 6ാമത്തെ ദിവസം പറയും. 8ാമത്തെ ദിവസം ഇന്നത്തെ കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം നമ്മളുടെ സമാപനം, ഏകദേശം അവസാനം ഭാഗവതം. അപ്പോൾ അന്ന് നമ്മളുടെ എല്ലാവരും രാവിലെ വന്നിട്ട് അന്ന് ഹംസ അവതാരത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കഥകൾ പറയും. പിന്നെ അന്ന് പിന്നെ ഈ ഉദ്ധവോപദേശവും പിന്നെ 24 ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു.
അങ്ങനെ നമ്മൾ സമാപനം ചെയ്യും. അതങ്ങനെയാണ് ഭാഗവതം. ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. രാമായണം, അതാണ് 2 ഇതിഹാസങ്ങൾ. പിന്നെ 17 പുരാണങ്ങളെ രചിച്ചു. ആ പുരാണങ്ങളെ രചിച്ചപ്പോഴൊന്നും അദ്ദേഹത്തിന് മനസ്സിന് സമാധാനം കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നാരദ മഹർഷി കാണുക. അപ്പോ ഭഗവാന്റെ അപ്പം ബാക്കിയുള്ള പുരാണങ്ങളിലൊക്കെ എന്താ ചെയ്തത്, അദ്ദേഹം പിന്നെ ഭഗവാന്റെ കഥകളിൽ കുറച്ചൊക്കെ ഭഗവാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു വ്യാസനോട് നാരദ മഹർഷി പറഞ്ഞു, ഭഗവാന്റെ കഥകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്നാ ശരി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഭാഗവതത്തിൽ ഫുള്ളായിട്ടും ഭഗവാന്റെ 24 അവതാരങ്ങളുണ്ട്. നമ്മൾ 10 അവതാരങ്ങളെ ഭഗവാന്റെ ഉള്ളൂ എന്നാണ് നമ്മുടെ വിചാരം. 10 അല്ല, 24 അവതാരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കുറെ അവതാരങ്ങൾ നമുക്ക് അറിയാത്ത അതൊക്കെ ഇതിലിങ്ങനെ അവതാരങ്ങൾ ഇങ്ങനെ വരും. അങ്ങനെ ഈ അവതാരങ്ങളെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ഭഗവാനെ ഈ ഭാഗവതം എഴുതിയിട്ട് അപ്പോൾ ആദ്യം ഭാഗവതം ആരാണ് എഴുതിയത്? ആദ്യം ഭാഗവതം ഭഗവാനാണ് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്. ബ്രഹ്മാവ് അത് സനൽകുമാരി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തു. സനൽകുമാരി മഹർഷിമാര് അത് നാരദർക്ക് ഉപദേശിച്ചു. നാരദര് അത് വ്യാസന് ഉപദേശിച്ചു. വ്യാസൻ അത് ശുഗൻ എന്ന് പറഞ്ഞവർക്കും സനകാദി മുനിമാർക്കും ഉപദേശിച്ചു. അവരിൽ നിന്ന് പരമ്പരയായിട്ടാണ് ഈ ഭാഗവതം നമ്മൾക്ക് കിട്ടിയിരുന്നത്. അപ്പൊ ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളാണുള്ളത്, 335 അധ്യായങ്ങളാണുള്ളത്. അപ്പൊ അത് നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേമാതിരി ഇതില് നമ്മൾക്ക് എഴുതും. അപ്പൊ ഈ വ്യാസന്റെ ജനനം എന്ന് പറഞ്ഞാൽ വ്യാസ മഹർഷി ഒരു സ്ത്രീയുടെ പരാശര മഹർഷിയുടെ മകനായിരുന്നു വ്യാസൻ. പരാശര മഹർഷിക്ക് സത്യവതിയിലുള്ള പുത്രനാണ് വ്യാസൻ. അപ്പൊ ഈ സത്യവതി എന്ന് പറയുന്നത് ഒരു മത്സ്യ രാജാവിന്റെ മകളായിരുന്നു സത്യവതി. അപ്പൊ ഈ സത്യവതി എന്ത് ചെയ്തു, അങ്ങനെ ഒരു ദിവസം തോണി തുഴഞ്ഞുകൊണ്ട് ഒരു കാട്ടിൽ കൂടെ അങ്ങനെ ഈ സന്യാസി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുഴ കടക്കാൻ വേണ്ടിയിട്ട് ഈ തോണി തുഴയണമാണ്. അപ്പൊ ഈ തോണി തുഴയുന്ന ഈ കുട്ടിയായിരുന്നു ഈ സത്യവതി എന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പരാശര മഹർഷി അവിടെ ചെന്നിട്ട് ഈ കുട്ടിയെ കണ്ട ഉടനെ പിന്നെ ഇതന്നെ ഈ ലോകത്തിന് നമ്മൾക്ക് പിന്നെ ഒരു മഹാത്മാവിനെ കിട്ടാനുള്ള ഒരു നല്ലൊരു അവസരം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ ഒരു ഇവരെയൊക്കെ ഒരു
ആ തോണിയിൽ വെച്ചിട്ട് തന്നെ ഇവർക്ക് ഒരു കുട്ടി ഉണ്ടായി എന്നാ പറഞ്ഞത്. അതാണ് വ്യാസൻ. ആ കുട്ടിയെ ഉണ്ടായപ്പോൾ ഈ പിന്നെ അമ്മോട് പറഞ്ഞു. അപ്പം ഈ അമ്മ പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരിയാണ്, എനിക്ക് പ്രസവിച്ച ഞാനിപ്പോൾ എന്നെ ലോകം ചീത്ത പറയില്ലേ, ഒരു ചീത്ത സ്ത്രീയാണെന്ന് വരത്തില്ലേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിന്റെ യൗവനത്തിന് യാതൊരു ഒന്നും ബാധിക്കില്ല. അവിടെ നീ എന്നും നിത്യയവനയായിരിക്കും. പിന്നെ നിന്റെ പേര് മത്സ്യഗന്ധി എന്നല്ല, നീ സത്യവതി എന്നുള്ള ഇതിൽ അറിയപ്പെടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പോവാണ് ഈ പരാശര മഹർഷി. അദ്ദേഹത്തിന് പിന്നെ അതിലുണ്ടായ കുട്ടിയാണ് ഈ വേദവ്യാസൻ. ഇദ്ദേഹം ജനിച്ച ഉടനെ തന്നെ കാട്ടിലേക്ക് പോയി എന്നാ പറയുന്നത്. അല്ലാതെ അമ്മയുടെ അടുത്ത് നിന്നതോ ഒന്നുമില്ല. പിന്നെ ഈ അമ്മ ഈ കുട്ടിയെ കാണുന്നത് 16 വർഷം കഴിഞ്ഞിട്ടാണ്. അല്ല, വലുതായതിന് ശേഷമാണ് പിന്നെ അമ്മ ഈ കുട്ടിയോട് 16 വയസ്സായ അത്ര എന്നാണ് പറയുന്നത്. ഏകദേശം ഭഗവാന്റെ അംശാവതാരാണ് വ്യാസ മഹർഷി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടുന്ന് അദ്ദേഹം അങ്ങനെ തപസ് ചെയ്യാൻ പോയി. പിന്നെ എന്നിട്ട് അങ്ങനെ തപസ് ചെയ്യണ സമയത്താണ് ഈ നാരദ മഹർഷി കാണും. നാരദ മഹർഷി പിന്നെ ഈ ഭാഗവതം രചിക്കാൻ ഇദ്ദേഹം വന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഹിമാലയത്തിൻ്റെ കിഴക്കേ മൂലയിലുള്ള ഋഷികേശിൽ 180 നാഴിക ദൂരത്തായി ബദരി എന്ന ആശ്രമം സ്ഥിതി ചെയ്യുന്നു. ബദരി ആശ്രമത്തിലാണ്. അതിൻ്റെ അവിടെ നിന്ന് 3 നാഴികയുടെ അപ്പുറത്ത് ഒരു സരസ്വതി നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ തീരത്താണ് വേദവ്യാസ മഹർഷിയുടെ ആശ്രമം. അപ്പോൾ ആദ്യം ഭാഗവതം നാരായണമൂർത്തി ബ്രഹ്മദേവന് ഉപദേശിച്ചു. ബ്രഹ്മദേവൻ അത് നാരദർക്ക് ഉപദേശിച്ചു. നാരദർ അത് വ്യാസമഹർഷിക്ക് ഉപദേശിച്ചു. വ്യാസമഹർഷി അത് 17 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും രചിച്ചു. അവസാനം ഭാഗവതം രചിച്ചു. ഈ ലോകരുടെ ഇതിൽ ഈശ്വര മഹിമയെ മാത്രം വർണ്ണിച്ചിട്ടാണ് ഈ ഭാഗവതം എഴുതിയത്. അപ്പൊ ശ്രദ്ധാഭക്തിയോടുകൂടി ഭാഗവതം ശ്രവിച്ചാൽ നമ്മുടെ മനസ്സിനും ശുദ്ധിയും കിട്ടുന്നു. പിന്നെ ഈ ഭാഗവതം കേട്ടത് ആരാ? പരീക്ഷിത്താണ് ആദ്യമായി കേട്ടത്. അപ്പൊ പരീക്ഷിത്തിന് തക്ഷകൻ എന്ന് പറയുന്ന ഒരു ഇവൻ അപ്പൊ ഈ പരീക്ഷിത്ത് ഒരു ദിവസം കാട്ടിലേക്ക് നായാട്ടിന് പോകുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ ഒരു ആശ്രമത്തിൽ ചെന്ന ഉടനെ ഈ വെള്ളം കുടിക്കാൻ ചോദിച്ചു. അപ്പോൾ മുനി ഇരുന്ന് തപസ് ചെയ്യാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചതൊന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം ഈ കോൺസെൻട്രേഷനിൽ ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇദ്ദേഹം വന്നതോ ഇദ്ദേഹം സംസാരിക്കുന്നതോ ഒന്നും അദ്ദേഹം കേൾക്കുന്നില്ല. അപ്പോൾ ഇത്തിരി വെള്ളം തരും എന്ന് പറഞ്ഞപ്പോഴൊന്നും കൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ഈ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു, രാജാവിന് ദേഷ്യം വന്നു. രാജാവ് വേഗം എന്ത് ചെയ്തു? തൊട്ടടുത്ത് പോയിട്ട് ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ട് കൊടുന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലങ്ങോട്ട് ഇട്ടു. ഈ രാജാവിൻ്റെ കഴുത്തിലിട്ടു ഇദ്ദേഹം കൊണ്ട് പോരും ചെയ്തു. ഈ കുറച്ച് ദൂരെ ഈ മഹർഷിയുടെ കുട്ടി കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ആ കുട്ടി അവിടെ മറ്റേ കുട്ടികളൊക്കെ പറഞ്ഞു, എടാ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ അതൊക്കെ ചത്ത പാമ്പിനെ ഇട്ടുന്നു പറഞ്ഞു. ഈ കുട്ടി ഓടി വന്ന് നോക്കിയപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പ് കിടക്കാണ്. അപ്പോൾ എന്ത് പറഞ്ഞു? എൻ്റെ അച്ഛൻ്റെ പേരിൽ ആരാണ് ഈ ചത്ത പാമ്പിനെ ഇട്ടച്ച അവൻ ഇന്നത്തെ 7-ാം ദിവസം തക്ഷകൻ കുത്തി മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാപിക്കുക. അങ്ങനെ ഈ മുനികുമാരന്മാരൊക്കെ ശപിച്ചാൽ അത് അപ്പോഴേക്കപ്പോഴേ ഇതാവും. അപ്പോൾ അത് കേട്ട ഉടനെ ഈ മഹർഷി എണീറ്റു. അയ്യോ, നീ എന്ത് പണിയാ മോനോ ചെയ്തത്? നീ എന്തിനാ ഇദ്ദേഹത്തിനെ ശപിച്ചത്? അപ്പം അതുകൊണ്ട് നീ വേഗം പോയി എന്താ വെച്ചാൽ ഞാനിങ്ങനെ ശപിച്ചിട്ടുണ്ട് രാജാവിനെ എന്ന്. അപ്പോൾ രാജാവിനും ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ രാജാവിനും മനസ്സിലായി ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. എന്താ വെച്ചാൽ ഞാനൊരു
മുനിയരുടെ മേലല്ലേ ഈ ചത്ത പാമ്പിനെ ഇട്ട് ഞാൻ എന്ത് വൃത്തികേടാ ചെയ്തതെന്ന് പറഞ്ഞ് ഇദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട് അവിടെ ചെന്ന ഉടനെ. അപ്പോഴേക്ക് ആദ്യത്തെ ആ ഒരു ക്ഷോഭം കൊണ്ട് ഇദ്ദേഹം ചെയ്തു എന്ന് മാത്രം. അവിടെ ചെന്ന് വീട്ടിൽ രാജധാനിയിൽ ചെന്നപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായി. എന്താ ഇനി പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ ഇരിക്കും. അയാളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി ചെല്ലണം, ശൃംഗി പറയണം. അവൻ ചെന്നിട്ട് പറയാണ് ഒരു അശരീരി മാതിരിയാ പോയേക്കണേ, ഇന്നത്തെ 7-ാം നാൾ നീ തക്ഷണം കടിച്ച് മരിക്കട്ടെ എന്നുള്ളത് അവനൊരു അശരീരിയായിട്ട് പറയുകയാണ്. അങ്ങനെ രാജാവിനത് മനസ്സിലാവുകയാണ്. രാജാവ് അങ്ങനെ അവിടുന്ന് രാജൊക്കെ ജയമേജയൻ പറഞ്ഞ മകനെ ഏൽപ്പിച്ച് അങ്ങനെ പ്രായോപേക്ഷം ചെയ്യാന്ന് പറയും. അങ്ങനെ ഗംഗാതീരത്ത് പോയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്താണ് എന്താ ചെയ്യേണ്ട, 7 ദിവസങ്ങളിലുള്ള മരണസമയം. ഇനി ഇതിന്ന് മുക്തി പ്രാപിക്കാൻ എനിക്ക് എന്താ വഴി ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ വേദവ്യാസന്റെ പുത്രനായ വേദവ്യാസനും 4 പുത്രന്മാരാണ്. ആ 4 പുത്രന്മാരിൽ ഒരാളാണ് ഈ ശുഗൻ. മറ്റേ 3 ആൾക്കാരാണ് ധർമ്മപുത്ര. അത് എന്താ വെച്ചാൽ അത് മഹാഭാരത കഥയിലേക്ക് പോകണം. അപ്പോൾ അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇതിലെ ഈ ശുഗബ്രഹ്മർഷി ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം കാട്ടിലേക്ക് പോയ ആളാണ്. പിന്നെ അദ്ദേഹം നഗ്നനായിട്ടാണ് നടക്കുന്നത്. അത്രയും അദ്ദേഹം വിരക്തി വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഒരു ഊണയിക്കണ സമയം പോലും എവിടെ ഇരിക്കാത്ത ആളാണ്. ഇവിടെ വന്ന് 7 ദിവസം പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാന്നുള്ള ഇത് കൊടുത്തു. അങ്ങനെ ഭാഗവതം 7 ദിവസം ഭാഗവതം പറഞ്ഞപ്പോഴേക്ക് പരീക്ഷത്തിന് ഈ കിടന്ന എല്ലാ ഇതും മാറി അതിൽ ഈ പരീക്ഷത്തിന് ഈ കഥകളും ഇതൊക്കെ കേട്ട് നോക്കുമ്പോൾ അവസാന ദിവസം ബ്രഹ്മോപദേശം എന്ന് പറയും. അപ്പോഴേക്ക് ഈ പരീക്ഷത്തും എന്താ ചെയ്തത്, അന്ന് നമ്മളുടെ പ്രേതായി ആത്മാവായി ഇരുന്ന മാതിരി ഇദ്ദേഹം രാവിലെയും ഒന്നും കഴിക്കാതെയും 7 ദിവസം രാപ്പകൽ ഉറങ്ങാതെയും ഇരുന്ന് ഈ ഭാഗവതം കേട്ടു എന്നാണ്. എന്നുവെച്ചാൽ ഭക്ഷണമൊന്നും ഇല്ലാതെയും പിന്നെ രാത്രി ഒന്നും ഉറങ്ങാതെ വൈകുന്നേരം വരെ ഭാഗവതം കേൾക്കുക, വൈകുന്നേരത്തെ ഇത് മനനം ചെയ്ത് അങ്ങനെ 7-ാം ദിവസം പരീക്ഷത്തിനും മുക്തി നേടി മോക്ഷം പ്രാപിച്ചു എന്നുള്ളതാണ് കഥ. അപ്പോൾ ആ 7-ാമത്തെ ദിവസം തക്ഷണം വന്ന് കഴിക്കുമ്പോൾ ഈ ശരീരത്തിനെയാണ് തക്ഷണത്തിന് കിട്ടുള്ളൂ, അല്ലാതെ ഈ മനസ്സിന് തക്ഷണന് കിട്ടില്ല എന്നുള്ളത് അവിടേക്ക് എത്തി പരീക്ഷത്തിൽ. അതേമാതിരി നമ്മളും ഈ പരീക്ഷത്തിൻ്റെ ഡുണ്ടുകാരുടെയൊക്കെ മാതിരി നമ്മുടെ ആത്മാവിനും മോക്ഷം കിട്ടണം വെച്ചാൽ നമ്മൾ ഭാഗവതം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേട്ടിരിക്കണം. അല്ലാണ്ട് വർത്തമാനം പറയാനോ അല്ല ബാക്കി വീട്ടുകാര്യങ്ങൾ ആലോചിച്ചിരിക്കാനൊന്നും പാടില്ല. ഇവിടെ വന്നാൽ ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിലാണ് മുഴുകണം. പിന്നെ ഭാഗവതം ഉള്ളവരാണെന്ന് വെച്ചാൽ ഭാഗവതം ഒപ്പം വായിക്കുമ്പോൾ ഒപ്പം വായിക്കാൻ നോക്കുക. പിന്നെ ഭാഗവതം എല്ലാവരും ഓരോന്ന് വാങ്ങുക. ഗുരുവായൂർ ദേവസ്വത്തിൽ മുമ്പ് കിട്ടിയിരുന്നു, ഇപ്പം അച്ചടിച്ചതില്ല. ഞാൻ കുറേ അന്വേഷിച്ചു, അപ്പോൾ അവിടെ അച്ചടിച്ചതില്ല. നനച്ച് ഞാൻ ഒരു 10 എണ്ണം ആയി കൊണ്ടുവരാമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. ഏകദേശം അവിടെയുള്ള 10 ആൾക്കെങ്കിലും കൊടുക്കാൻ പറ്റിച്ചാവട്ടെ എന്നുള്ള ഉദ്ദേശിച്ചു. നോക്കി നോക്കുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലും ഭാഗവതം ഇല്ല. അപ്പോൾ നിങ്ങൾ കിട്ടും. ദേവസ്വത്തിലാണെന്ന് വെച്ചാൽ 350 റുപ്യ ഒക്കെ വരുള്ളൂ. പുറത്തുനിന്ന് വാങ്ങുകയാണെന്ന് വെച്ചാൽ അലച്ചാൽ നിങ്ങൾക്ക് പറ്റുവെച്ചാൽ മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ കിട്ടും. പിന്നെ നല്ല വലിയ അക്ഷരത്തിലുള്ള ഭാഗവതം കിട്ടും. 500-600 റുപ്യ കൊടുത്താൽ അപ്പം ഭാഗവതം കിട്ടും. അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ദിവസം ഓരോ അധ്യായമെങ്കിലും വായിക്കാൻ സാധിക്കുവെച്ചാൽ വായിക്കുക. എല്ലാവരും സാധിക്കില്ല, വായിക്കണം. എല്ലാവരും വായിച്ച് ഭാഗവതത്തിലും കൂടി നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ചീത്ത ചിന്താഗതികളൊക്കെ മാറി നമ്മുടെ നല്ല മനസ്സിൽ നല്ല സന്തോഷം, നല്ല സമാധാനം നമുക്ക് കിട്ടും. നമ്മുടെ കുടുംബത്തിലെ സുഹൃത്താണ് ഈ ഭാഗവതം വായിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്ത് എല്ലാവരും നല്ല സ്വഭാവമായി മാറി എല്ലാവരും നല്ല സാത്വികന്മാരായി മാറാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇത്രയും ചെറിയ ഇതിൽ നമുക്ക് ഇവിടെ ഈ വേദി ഒരുക്കി തന്ന എല്ലാ
രേഖയോടും രേഖയുടെ ഭർത്താവിനോടും ബാക്കി കമ്മിറ്റിക്കാരോടും ഒക്കെ ഞാൻ നന്ദി പറഞ്ഞിട്ട് തൽക്കാലം നിർത്തുന്നു. സ്വസ്തി പ്രജാഭ്യം പരിപാലിയെല്ലാം രമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര ശംഭോ ശിവ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാളം ദേവി ശരണം മേ തവ ചരണയുഗം ഹരിവരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം വിളങ്ങുന്നു വാഴും ശ്രീ മഹാവിഷ്ണു ഭഗവാനേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ നമ പാർവതീപദേ ഹര ഹര മഹാദേവ ജാനകീ ഗോപികാ ജീവനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യത്സർവം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാः സമസ്താः സുഖിനോ ഭവന്തു. ലോകാः സമസ്താः സുഖിനോ ഭവന്തു. ലോകാः സമസ്താः സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയം വാ ബുദ്ധ്യാത്മനാ വാ ബലേശ്വരാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാം കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ഹരി ഓം തത്സത് ശ്രീ ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം. നിർലജ്ജം ഗുരു സന്നിധോ ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുവേ നിവേദയേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, Hare Hare,
ഹരേ രാമ രാമ രാമ